കേരളത്തിൽ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു ആശാ സമരം. LDF സർക്കാരിൻ്റെ പതനത്തിന് കാരണവും ഈ സമരം തന്നെയാണ്. UDF സർക്കാർ ഇനി ഈ ആശാ സമരത്തിൽ ഒരു ഇത് കൊടുത്തിരുന്ന 700 രൂപ ആക്കുമെന്ന് അവരുടെ സാലറി. അപ്പം അത് UDF സർക്കാരിൻ്റെ വിജയത്തിനൊരു കാരണമാണെന്നാണ് അവർ പറയുന്നത്. അത് ശരിക്കും അങ്ങനെയാണോ? 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും കൊണ്ട് തല മുട്ടയടിച്ചും പട്ടിണി കഞ്ഞി വെച്ചും ഓണത്തിനും എല്ലാം കഞ്ഞി വെച്ചും നടന്ന ഒരു കൂട്ടം തൊഴിലാളികൾ, ആശമാർ, നമ്മുടെ ഒരു നാടിൻ്റെ പ്രാഥമിക വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഒരു അടുത്ത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനും ഭരണകൂടത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു പാലമായിട്ടുള്ള ഇതുപോലുള്ള സമരക്കാർ, ആശാ വർക്കർമാർ, അവർക്ക് ഒരു മിനിമം വേതനം 700 രൂപ എന്ന രീതിയിൽ ഉയർത്തണമെന്നത് സ്വാഭാവികമായിട്ടുള്ള ആവശ്യമാണ്. പക്ഷെ അത് അംഗീകരിക്കാത്ത ഇടത് സർക്കാർ എന്ന് അവരെ അവഗണിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ ഈ LDF സർക്കാരിൻ്റെ പതനം. ഇന്ന്, അതായത് മെയ് 4-ാം തീയതി റിസൾട്ട് വന്നതോടെ 102 സീറ്റ് നേടി UDF അധികാരത്തിനെത്തിയതിൻ്റെ ഒരു പ്രധാന കാരണം, ഇതിനു മുമ്പൊരു ജനകീയ സമരം നടന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. കേരയിൽ സമരം. കേരളത്തിനെ രണ്ടായി വിഭജിക്കുന്നതിനെതിരെ ഒരു നാട് മുഴുവൻ കൈകോർത്തതിൻ്റെ ഒരു സമരം. അതിനുശേഷം കേരളം ഉറ്റുനോക്കിയ ഒരു ജനകീയ സമരമായിരുന്നു ആശമാരുടെ സമരം. ആ ഒരു സമരത്തെ ഒരുപാട് അവഗണിച്ചും തിരിഞ്ഞു പോലും നോക്കാതെയും അവഗണിച്ച ഭരണാധികാരികൾക്കും അല്ലെങ്കിൽ ഇടത് പാർട്ടികൾക്കും എതിരെയുള്ള ഒരു തിരിച്ചടിയായിരുന്നു അവർക്ക് ഒരു 40-ലേക്ക് ഒതുങ്ങിയ സീറ്റ് 40-ലേക്ക് ഒതുങ്ങിയ ഒരു കൂറ്റൻ പരാജയം. ഇപ്പോൾ ആശമാർക്ക് 700 രൂപ വേതനം അനുവദിക്കും എന്നത് ഒരു പ്രധാന പ്രചരണ ആയുധമാക്കിയാണ് UDF ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ ആശമാരുടെ ഒരു പ്രസൻസ് ഈ ഒരു കോൺഗ്രസിൻ്റെ ഒരു വിജയത്തിന് അല്ലെങ്കിൽ ടീം UDFൻ്റെ ഒരു വിജയത്തിനൊരു ശില്പിയായി ഒരു കാരണമായി. അതുമാത്രമല്ല, ആറന്മുളയിൽ വയറ്റിൽ ഓപ്പറേഷനിടെ കത്രിക കുടുങ്ങിയ ഹർഷിന, അവർക്കൊപ്പം ഈ ആശമാരൻ രംഗത്തിറങ്ങിയിരുന്നു. അതായത് വീണ ജോർജ് എന്ന വനിതാ മന്ത്രിക്കെതിരെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വനിതകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അവർക്ക് ആറന്മുളയിലെ ഒരു അതിഭീകരമായുള്ള ഒരു പതനമാണ് ഉണ്ടായത്. അതാണ് ഈ ഒരു സംഘടനയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഈ ആശമാരുടെ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനിടെ UDF കൺവീനറും VD സതീശനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉറപ്പു നൽകി ഈ മന്ത്രിസഭ രൂപീകരിച്ച ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഉത്തരവിടുന്നത് ആശമാർക്കുള്ള 700 രൂപ, ആശമാരുടെ വേതനം 700 രൂപയായി ഉയർത്തുമെന്നുള്ളത്. അതുമാത്രമല്ല, ഇത് കഴിഞ്ഞുള്ള ആനുകൂല്യം 5 ലക്ഷം രൂപ അനുവദിക്കണം എന്ന് തുടങ്ങിയുള്ള ആവശ്യങ്ങളെല്ലാം സർക്കാരിന് മുന്നിലേക്ക് ഇവർ വയ്ക്കുന്നുണ്ട്. ഒരു പക്ഷേ, അതായത് ഇനി വരുന്ന UDF സർക്കാർ ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഇതുപോലുള്ള ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ഇപ്പോൾ 266 ദിവസങ്ങൾ സമരം ചെയ്ത് അത് ഒരു പക്ഷേ ഇനി UDF സർക്കാരിനെതിരെയായിരിക്കും. അപ്പോൾ അത് ഒരു കാരണവശാലും UDF ചെയ്യില്ല, അങ്ങനെ ഒരു പിഴവ് UDF വരുത്തില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ ഓരോ UDF അല്ലെങ്കിൽ UDF നേതാക്കൾക്കുമുണ്ട്. അതുപോലെ തന്നെ ഈ ആശാപ്രവർത്തകർക്കുമുണ്ട്. 1-2 ദിവസമല്ല, 266 ദിവസമായിരുന്നു ആശാ വർക്കേഴ്സ് സമരം ചെയ്തത്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോലീസുകാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരുടെ സമരത്തിൽ. അന്ന് അവർ വിചാരിച്ച് കാണില്ലേ, 99 സീറ്റോടെ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച് അവർക്ക് 35 സീറ്റാണ് ഈ പ്രാവശ്യം കിട്ടിയത്. ഒരു വലിയ അടി തന്നെയാണ് അവർക്ക് കിട്ടിയത്. അപ്പം ആശാ വർക്കേഴ്സ് ജനങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ്. അതെ, ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ആതിരയുടെ വീട്ടിലായാലും ഒരു 1-2 അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു നിത്യ സന്ദർശകരെ പോലെ വരുന്ന ഒരു അതിഥി അല്ലെങ്കിൽ വീട്ടിലെ ഒരു അംഗം പോലെ കഴിയുന്ന ഒരു സ്റ്റാഫാണ് അല്ലെങ്കിൽ ഒരു ജീവനക്കാരിയാണ് ഈ ഓരോ ആശമാരും. അവർക്ക് അവരുടെ കുടുംബം എങ്ങനെ കഴിയുന്നു, അവരുടെ ശമ്പളം, ഒരു അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ ജനകീയ സർക്കാർ എന്ന് കൊട്ടിഘോഷിച്ച LDF സർക്കാർ എന്തുകൊണ്ട് ചെയ്തില്ല? ആ ഒരു പിഴവ് ഇവർക്ക് നൽകിയിരിക്കുന്ന ഡാമേജ് അത് ചെറുതല്ല. അത് ചിലപ്പോൾ ഇനി അടുത്ത 5 വർഷത്തേക്കും ഇവരെ വേട്ടയാടും.
പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവർ ഈ നിസ്സാര കാര്യം പോലും ഒരു 700 രൂപ അവർക്ക് വർദ്ധിപ്പിക്കാൻ പോലും ഇപ്പം നമുക്ക് പെൻഷനൊക്കെ കൂട്ടി തന്നു അത് എന്ന് പറഞ്ഞ് PR വർക്ക് റോൾ ബാർ അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ പെൻഷൻ എപ്പോഴാണ് ഈ വർദ്ധിപ്പിച്ചത് തന്നത്? 2 മാസത്തെ ആയ ഒരു പെൻഷൻ ചേർത്ത് തന്നു. അപ്പൊ അതുവരെ ഇവരുടേതായിട്ടുള്ള ഓരോ ആവശ്യങ്ങൾ അത് കഴിയണ്ടേ? അല്ല അവര് PR ആയിട്ട് ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇത് തന്നെയായിരുന്നു നമ്മൾ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ നമ്മള് PR ചെയ്തു എന്ന് പറയുന്നത്, ഈ PR ചെയ്തതിന്റെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു ബജറ്റിൽ നിന്നും ഒരു അംശം ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇവർ ആ ഒരു സമരം നടത്തേണ്ട ആവശ്യം വരില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞു, ബാലഗോപാൽ മുൻ ധനമന്ത്രി പറഞ്ഞു, ഖജനാവിൽ 4000 കോടി രൂപ ബാക്കി വെച്ചാണ്. ഈ 4000 കോടി ബാക്കി വെച്ചു എന്ന് പറയുമ്പോൾ ഈ മതിപ്പിക്കുന്ന കോടികളുടെ കണക്കൊന്നും വേണ്ട. അവരുടെ ആ ഒരു കണക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പരിഭവം മാറ്റാൻ കുറച്ച് തുക മതി. അതുപോലും നൽകാതെ പടിയിറങ്ങിയ സർക്കാരിനെ കുറ്റിച്ചൂല് കൊണ്ട് തന്നെ ആയിരിക്കും ആൾക്കാർ നേരിടുക. അല്ലെങ്കിൽ അവരെ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അവർ ആ ഒരു വിധി അർഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് മറയായിട്ടായിരിക്കും ഈ ഇലക്ഷൻ ടൈമിൽ ഉടൻ തന്നെ വയനാട് ടൗൺഷിപ്പിൽ കീകൾ കൈമാറിയത്. അവർ വിചാരിച്ച് ഇതിലൂടെ എങ്കിലും അവർക്ക് കിട്ടും, എല്ലാവരും ആശാ സമരത്തിന്റെ കാര്യം അങ്ങ് വിടും എന്നുള്ള വിചാരമായിരുന്നായിരിക്കും. ഒരിക്കലുമില്ല. അത് എന്താ പറയാ, എന്നിട്ട് ആ വീടുകളിൽ ആളുകൾ താമസം തുടങ്ങിയോ? ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് റവന്യൂ മിനിസ്റ്ററിന് വന്ന് മേളിൽ മറ്റേ ഈ വരം അയക്കേണ്ടി അല്ലെങ്കിൽ അത് വിള്ളല് പരിശോധിക്കേണ്ട അവസ്ഥ വരെ വന്നു. ഏറെ അപഹാസ്യനായി. ഇതുപോലെ മന്ത്രി രാജനായാലും ആരായാലും, അതായത് ജനങ്ങളാണ് ആ ഒരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയത്. അല്ലാതെ ഈ പാർട്ടിയിൽ നിന്നുള്ള ഒരു ഫണ്ട് എടുത്തല്ല അത്ര വീടുകൾ പണിതത്. പക്ഷെ മറുവശത്ത് നോക്കുമ്പോൾ ലീഗ് ആ ഒരു പാർട്ടിയാണ് അവർക്ക് ഒരു 40ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയത്. അവർ വേറെ അടുത്തും ഒരാളുടെ അടുത്തും പിരിവെടുക്കാനോ ഒന്നിനും പോയില്ല. പക്ഷേ ഈ അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരെ സന്ദർശിക്കണോ അല്ല, അങ്ങനെ ഒരു നടപടിയാണ് എടുത്തത്. പക്ഷെ അതേസമയം എന്താ പറയുക, ഒരു പിക്നിക് സ്പോട്ട് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എന്തോ കൗതുകകരമായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ വരുന്ന രീതിക്കാണ് ഈ സർക്കാർ ടൗൺഷിപ്പിലേക്ക് ആൾക്കാർ വരുന്നത്. അവിടെ ചെന്ന് നോക്കിയാൽ എന്താ കാണുന്നത്? വാസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ആളില്ലാത്ത കുറച്ച് വീടുകൾ മാത്രം, കെട്ടിടങ്ങൾ മാത്രം. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം മഴ പെയ്തു, ആ ഒരു മണ്ണെല്ലാം ഒലിച്ച് അവരുടെ വീടിൻ്റെ മുന്നിലേക്ക് എത്തി. അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. ഇവരെന്ത് രീതിയിലുള്ള ടൗൺഷിപ്പാണ് പണിതിരിക്കുന്നത്? ഇനി ഒരു മഴയിൽ ഇനി ഇപ്പം മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഇനി അവർക്ക് ഇതുപോലെ മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് എന്താണ് ഇവർക്ക് സർക്കാരിന് ഉറപ്പ് പറയാനുള്ളത്? ഇവര് PR പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ ആദ്യത്തെ കാര്യമായിരുന്നു, ഇനി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ പോലും ആ വീടുകൾ ഒലിച്ചു പോകില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇപ്പൊ ചെളി കണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോ ഇവർ പറഞ്ഞ ഓരോ PR-നും അത് വ്യക്തമായി പൊളിയുന്ന ഇതാണ് കാണുന്നത്. അതിപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ആശമാരുടെ കാര്യത്തിൽ അത് നോക്കുകയാണെങ്കിൽ UDF-ന്റെ ഓരോ നേതാക്കന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരെല്ലാം ചേർത്ത് പിടിച്ചെങ്കിലേക്ക് പിന്നെ എന്തിനാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമീപനമാണ് ഇപ്പോൾ ഇനി അടുത്ത ക്യാബിനറ്റ്, ഇനി കൂടുന്ന ക്യാബിനറ്റിൽ ഇവർക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ പോകുന്നു. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അടുത്ത സമര പന്തൽ കെട്ടുന്നത് UDF-നെതിരെ ആയിരിക്കും. ആശമാർക്ക് മുമ്പ് ഒരു സമരം നടന്നിരുന്നു, PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു സമരം. അവർ മുട്ടിലിഴഞ്ഞും തലമൊട്ടയടിച്ചും പട്ടിണിക്കന്നി എല്ലാം വെച്ചും എന്നിട്ട് അവസാനം അവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയായിരുന്ന സമയം. ഇതുപോലുള്ള ഉദ്യോഗാർത്ഥികളെയും അല്ലെങ്കിൽ ജീവനക്കാരെയും മണ്ടന്മാരാക്കി അല്ലെങ്കിൽ അവരെല്ലാം കണ്ടില്ലെന്ന് വെച്ചുള്ള ഒരു ഭരണം, അത് സൽഭരണമെന്ന് പറയുന്നത് CPM സഖാക്കൾ മാത്രമാണ് അല്ലെങ്കിൽ സഖ്യകക്ഷികൾ മാത്രമാണ്, അല്ലാതെ പൊതുജനങ്ങൾ പറയില്ല.